ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം കേട്ടോ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ പാത്തൂസ് ഇവിടെ രാവിലെ അടുപ്പിൻ്റെ അടുത്ത് തന്നെ സ്ഥാനം പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് സുഡാപ്പിയുടെ സ്ഥാനമായിരുന്നു. സുഡാപ്പി വലുതായപ്പോൾ പിന്നെ പാത്തൂസായിട്ട് അവിടെ. പിന്നെ എൻ്റെ മൂത്തോനെ അങ്ങനെ ഇരുന്ന് ഓർമ്മയൊന്നും എനിക്കില്ല കേട്ടോ. എന്ന് വെച്ചാൽ ഞങ്ങൾ അപ്പോൾ ഒരുമിച്ചായിരുന്നു, ഉമ്മയും വാപ്പയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. പിന്നെ വാപ്പേനെ കൊണ്ട് നടക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ എനിക്ക് അടുപ്പിൻ്റെ അടുത്ത് അങ്ങനെ ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല കേട്ടോ. ഇടങ്ങേറാവുന്ന സുഡുദിലുവിനെ കൊണ്ട്. പക്ഷേ പിന്നീട് ഞങ്ങളങ്ങോട്ട് മാറിയതിന് ശേഷമാണ് സുഡാപ്പി ആയാലും പാത്തൂസിനായാലും ഒക്കെ പണിയെടുക്കുമ്പോൾ കാലത്ത് അടുപ്പിൻ്റെ അടുത്ത് തന്നെ കയറ്റിയിരുത്തണം, എന്നാലും എന്തെങ്കിലും എടുക്കാൻ വേണ്ടി സമ്മതിക്കുള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ ഇപ്പോൾ നൂലപ്പൊക്കെ ഒന്ന് റെഡിയായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് ആവി കയറ്റാനായിട്ട് കേട്ടോ. അപ്പോഴേക്ക് ചോറിന് തീയൊക്കെ ഒന്ന് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം തിളച്ച് അരിയൊക്കെ ഇട്ടു. പിന്നെ ഇന്ന് ഞാനിപ്പോൾ കറിയായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചീരയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ കറി വയ്ക്കാമെന്ന് ഇങ്ങനെ ആലോചിച്ചിരുന്ന സമയത്താണ് അപ്പുറത്തെ സൈഡിൽ ഒരു ചീര ഒരെണ്ണം ഉള്ളൂ കേട്ടോ. വലിയൊരു തണ്ട് തന്നെയാണ് കിട്ടിയത് കേട്ടോ. തണ്ട് നല്ല കട്ടിയൊന്നുമില്ല, നല്ല ഇത് കനം കുറഞ്ഞ കനം ഉള്ളതെന്നേ ഉള്ളൂ, പക്ഷേ ഉറപ്പൊന്നുമില്ല കേട്ടോ. നല്ല ഇതായിട്ടുള്ള തണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊരെണ്ണം പൊട്ടിക്കാലോ എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ നൂലപ്പത്തിന് നാളികേരപ്പാലും ആണ് ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ എനിക്ക് നാളികേരപ്പാൽ പറ്റില്ല, അപ്പോൾ എനിക്ക് ഇന്നലത്തെ കറി ഉണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് ചൂടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നാളികേരപ്പാലൊക്കെ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ തട്ടൊക്കെ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. ഞാൻ ബാക്കിയുള്ളതും കൂടി അങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നാളികേരപ്പാലിൽ ഞാൻ മധുരമൊക്കെ ഇട്ട് അതൊന്ന് സെറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഉണ്ണികൾക്ക് ഫുഡൊക്കെ കൊടുക്കാണ് കേട്ടോ. അപ്പോഴേക്കും തന്നെ ചീരയൊക്കെ ഞാനത് ഒടിച്ചെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ഞാൻ തൊട്ടപ്പുറത്ത് തന്നെ ആയിട്ട് അന്ന് പുതിനയുടെ തണ്ട് കുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ആ കുത്തി വൈകുന്നേരം ആയപ്പോഴേക്കും ഇവരവിടെ പണിയൊക്കെ കഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ദിവസം സുഡാപ്പിയൊക്കെ പറിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ അറിഞ്ഞില്ല കേട്ടോ. പിറ്റേ ദിവസം നോക്കിയപ്പോഴാണ് അവിടെ കണ്ടത്. വൈകുന്നേരം വെള്ളം ഒഴിക്കാൻ നേരത്താണ് കേട്ടോ കണ്ടത്. അപ്പോഴേക്കും അത് വാടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ രണ്ടെണ്ണം മാത്രമേ പിടിച്ചിട്ടുള്ളൂ, ബാക്കി പറിച്ചതൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ചീര പൊട്ടിക്കുന്ന സമയത്ത് അവിടെ ഐസുകാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഫ്രണ്ടിലത്തെ പ്രജിത എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. അപ്പോൾ ആൾ മേടിച്ചതാണ് കേട്ടോ ഐസ്. എനിക്കും ഉണ്ണികൾക്കും മേടിച്ചു തന്നു. അപ്പോൾ ഐസൊക്കെ ഇങ്ങനെ തിന്നണ ആലോചിക്കുമ്പോൾ പഴയ കാലമൊക്കെ കേട്ടോ ഓർമ്മ വരുന്നത്. പിന്നെ അത് ചീര അപ്പോൾ ആളുടെ വീട്ടിലുണ്ടായിരുന്ന പച്ചച്ചീര, അപ്പോൾ അതും കൂടി കൊണ്ടു തന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഉള്ളിയും ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പരിപ്പ് കുറച്ച് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ കറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയ കാലം ഒരു ഓർമ്മയാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഉമ്മയൊക്കെ എൻ്റെ ഉമ്മച്ചൊക്കെയുള്ള സമയത്ത്, ഞാൻ ചെറുതായിരിക്കുന്ന സമയത്ത് കുറേ അടി കൂടിയിട്ട് കേട്ടോ. ചീര പൊട്ടിക്കാനും അവിടെ നിന്ന് ആൾക്കാരൊക്കെ പോകും, അവരുടെ കൂടെ പോകാൻ വേണ്ടിയിട്ട്. പക്ഷെ പോകാനായിട്ട് സമ്മതിക്കില്ലായിരുന്നു. അവിടെ വെള്ളമൊക്കെ ഒഴുകി പോകണൊരു കനാല് പോലത്തെ സ്ഥലമൊക്കെ ആയിരുന്നു, അവിടെയൊക്കെ ആയിരുന്നു കേട്ടോ. കാരണം കൊണ്ട് വിടാറുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ആ പഴയ കാലമൊക്കെ ഓർമ്മ വരുന്നുണ്ട്. ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ ആ പഴയ കാലങ്ങളൊക്കെ. ചട്ടിയിലാണ് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളിയും വെളുത്തുള്ളിയും ഒന്ന് വഴറ്റിയെടുത്തു കേട്ടോ. അതിലേക്ക് നമ്മുടെ വറ്റൽമുളക് ചതച്ചതാണ്, അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം വഴറ്റിയെടുത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ ചീരയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതൊന്ന് അടച്ച് വെച്ചൊന്ന് അമർന്ന് പോയതിൻ്റെ ശേഷമാണ് ഞാൻ ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കണേ, അല്ലാണ്ട് നമുക്ക് തിളക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അതിന് ശേഷം ഞാൻ കുറച്ച് ഉപ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് വേവിച്ചെടുക്കുക. അതിൻ്റെ ശേഷം നമുക്ക് വേവിച്ച പരിപ്പും കൂടി ഒന്ന് ചേർത്ത് മിക്സ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. പിന്നെ ഉപ്പൊക്കെ ആ സമയത്ത് നോക്കാം കേട്ടോ. പിന്നെ വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്യാനായിട്ട് തീരെ പറ്റണില്ല. പിള്ളേർക്ക് ആകെ ബഹളം സൗണ്ടും, പിന്നെ അപ്പുറത്താണെങ്കിലും പടക്കം പൊട്ടിക്കലും പിയുടെ സൗണ്ടും പൂരായ കാരണം കൊണ്ട് ഒക്കെ ബഹളമാണ് കേട്ടോ. ഇത് ഒരു 5-6 പ്രാവശ്യം എഡിറ്റ് ചെയ്തിട്ടാണ് എൻ്റെ വീഡിയോ ഇങ്ങനെ ഒന്ന് കിട്ടിയത് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ വോയിസ് കൊടുക്കുന്ന സമയത്ത് ആകെ ബഹളമാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഐസ് കഴിച്ച സമയത്തൊക്കെ നമ്മുടെ ചെറുപ്പത്തിലത്തെ ആ കുട്ടിക്കാലമൊക്കെ നമുക്ക് ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അങ്ങനത്തെ കളികളായാലും അതെ ഇപ്പോഴത്തെ കളികളാണ്, അല്ലാണ്ട് പഴയ കാലത്തെ കളിയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ ബൈ ബൈ.